ഹീബ്രൂസ് ചാപ്റ്റർ 1 പാർട്ട് 3. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം ഭാഗമായിട്ടാണ് ഇന്ന് പറയുന്നത്. നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ടാണ് 1-ാം അധ്യായം പഠിക്കുന്നത്. കാരണം പലപ്പോഴും വേദപുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കാത്ത പല മർമ്മങ്ങളുമുണ്ട്. അത് നമ്മൾ വായിച്ചങ്ങ് വിടുകയാണ്. പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിന് ഞാൻ തന്നെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് പഠിപ്പിച്ച ലെവലിലല്ല ഇന്ന് ഞാൻ വായിക്കുന്നത്. കേൾക്കുന്നവർക്കും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു എൻ്റെ ഔന്നത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇവിടെ ദൂതന്മാരെക്കാട്ടിൽ ഉന്നത പദവിയാണ് യേശുവിനുള്ളത്. അവിടെ പറയുന്ന 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. അപ്പോൾ ദൂതന്മാരെക്കാട്ടിലും ഉന്നത പദവിയാണ് യേശുവിന്. കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. അപ്പോൾ കാറ്റുകളെ ദൂതന്മാരാക്കണമെങ്കിൽ കാറ്റ് ദൂതന്മാരാക്കാനും മാറ്റിയെടുക്കാനും കഴിവുള്ളത് ക്രിയേറ്ററായ ദൈവത്തിന് മാത്രമേ ഒക്കത്തുള്ളൂ. സൃഷ്ടാവാം ദൈവം കാറ്റിനെ മാലാഖമാരാക്കും, അഗ്നിജ്വാലകളെ ശുശ്രൂഷന്മാരാക്കും. അതൊക്കെ ദൈവത്തിനല്ലേ ഒക്കും. ദൂതന്മാർക്കത് ചെയ്യാനൊക്കൂല. കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലെ തൻ്റെ ശുശ്രൂഷന്മാരാക്കുന്നു എന്ന ദൂതന്മാരെക്കുറിച്ച് അത് ദൂതന്മാരെ ഏത് തരത്തിൽ പ്രവർത്തിപ്പിക്കണമെന്ന്, എന്നാൽ അവർക്കിത് മാറ്റിയെടുക്കാനുള്ള കഴിവില്ല. പിതാവാം ദൈവത്തിന് തീരുമാനമെടുത്താൽ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലെ തൻ്റെ ശുശ്രൂഷകന്മാരും ഒന്നാക്കുന്നു. അവർ നമ്മുടെ ദൂതന്മാരായി മാറുകയാണ്. കർത്താവ് കാറ്റ് എങ്ങോട്ട് അടിക്കണം എങ്ങോട്ട് അടുപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ദൈവമാണ്. പുത്രനോട് ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. അയ്യോ എൻ്റെ പൊന്നെ, നേരുള്ളതായ ഒരു ചെങ്കോൽ എൻ്റെ മുമ്പിൽ നീട്ടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മളൊക്കെ ലോയേഴ്സാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ ക്ലയൻസ് അല്ലെങ്കിൽ കേസ് കൊണ്ടുവരുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കള്ളത്തരം അങ്ങപ്പുറത്ത് പറഞ്ഞ് നിൽക്കുന്ന ലോയർ ആകരുത്. ഈ സൈഡും ആ സൈഡും പറയുന്ന ലോയറാണ്. വിധി എഴുതുന്ന ജഡ്ജ് ബലഹീനനാകരുത്. കാരണം ഒരു വിധി നമുക്കറിയാലോ, ഈ സഭയുടെയൊക്കെ കേസിനകത്ത് വിധി എഴുതുന്നതിനകത്ത് അവിടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്ത വിധത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ എന്തോ തരിമറി നടന്നിട്ടുണ്ടെന്നുള്ളത് ഷുവറല്ലേ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവൻ നീതിയുള്ളവനായ ഒരു ദൈവത്തിന്, ഒരു ന്യായാധിപതിയുടെ അടുക്കൽ നമ്മൾ ചെല്ലണം. നമ്മുടെ ആഗ്രഹം അത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. നീതിയുള്ളവർ കുറവാണ്, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ കുറവാണ്. എന്നാൽ പ്രാർത്ഥിച്ചാൽ ദൈവം അങ്ങനെയുള്ളവരെ കൊണ്ട് കാണിക്കും. സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ ചൂഷണം ചെയ്യുന്നവരാകരുത്. നമ്മളൊക്കെ വയ്യാതാകുമ്പം വീട്ടിലെ സകല സാധനം പറക്കിക്കൊണ്ടു പോകുന്നവരായിരിക്കില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർ. ഇത് അടുത്തൊരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് അവർ സ്ത്രീ പറയാം, 3-4 ദിവസം ആശുപത്രി പോയി കിടന്ന് തിരിച്ചു വന്നപ്പം ഡ്രോയ്ക്കകത്ത് പൈസ ഇല്ല, വീട്ടിലെ സാധനങ്ങൾ പലതും കാണുന്നില്ല. ചോദിക്കാനൊക്കുവോ പറയാനൊക്കുവോ? വിശ്വസ്തർ കുറവുള്ള ഒരു കാലം. എന്നാൽ ദൈവത്തിന് മുമ്പിലൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്, ഒരു സാധനം എടുത്തുകൊണ്ട് വന്ന് ദൈവം സമ്മതിക്കില്ല. എൻ്റെ ഈ ഭവനം, ഞങ്ങൾ താമസിക്കുന്ന ഈ ഭവനം പല പ്രാവശ്യമായിട്ടിത് പണിയും നിർത്തും. എന്താണ് നമുക്കറിഞ്ഞുകൂടെ? ദൈവത്തിന് എന്തോ പ്ലാനുണ്ട്. ഓരോ പ്രാവശ്യം പണി നിർത്തുമ്പോഴും നമുക്ക് കാണാം കർത്താവ് ഇങ്ങനെ കാളകളെ കൊണ്ട് പണിയിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ പെട്ടെന്ന് ആരോ ഒന്ന് കൈകൊട്ടും, വീട് പണി നിൽക്കും. അപ്പോൾ ഇവരിത് എന്ത് കർത്താവെ കാണിക്കുക? നമുക്ക് മനസ്സിലാവില്ല ചില കാര്യങ്ങൾ. പക്ഷെ ഒരു വെള്ള ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇടും. ഒരൊറ്റ എന്തോ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട്, ഒരു വാതിലില്ല, ഒരു ഗേറ്റില്ല, ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, വാതിലില്ല, എല്ലാം തുറന്നിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒറ്റ സാധനം ഇതിനകത്തൊന്ന് പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. തടികളാണ്, പിന്നെ ടൈൽസ് ഉണ്ട്, എന്തെല്ലാം സാധനങ്ങൾ ഇവിടെ. അതെല്ലാം പണി വഴിക്ക് വെച്ച് നിർത്തുമ്പോൾ അവിടെ അങ്ങ് നിൽക്കുകയല്ലേ. പക്ഷെ ഒരെണ്ണം എടുത്തുകൊണ്ട് പോകാൻ ദൈവം സമ്മതിച്ചില്ല. അത്ര വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. അവൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രസക്തി ഉണ്ട്. അറിയാനുള്ള ആഗ്രഹം, ഈ ദൈവത്തെ എനിക്കറിയണം. ഈ ന്യായാധിപതിയുടെ വ്യത്യാസം എന്തുവാ? ദൈവമേ നിൻ്റെ സിംഹാസനം എന്ന് വന്നേക്കുള്ള, നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നേരുള്ള ഒരു ന്യായാധിപതി അരെ രാജാവ് എനിക്ക് വേണം. നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്യുന്നത് ദൈവം. നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ മാറിപ്പോവും. നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്ന് പറയുന്നു. ഇത്
സങ്കീർത്തനം 45:7 തൊട്ടുള്ള വാക്യമാണ് ഈ എഴുതിയിരിക്കുന്നത്. 45 എന്ന് പറയുന്നത്, ഈ സങ്കീർത്തനം 45 വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം 45 പലപ്പോഴും വിവാഹത്തിൻ്റെ സമയത്ത് വചനം വായിക്കുന്ന ഒരു വാക്യമാണ്. അത് കർത്താവാകുന്ന മണവാളിനും മണവാട്ടിയും കൂടെയുള്ള ചിന്തയിൽ നമുക്കത് വായിക്കാം. അതായത് സംഗീത പ്രമാണിക്ക് സാരസരാഗത്തിൽ കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനം, പ്രേമഗീതം എന്നാണ് ടൈറ്റിലിട്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വേഴ്സ് ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതാകുന്നു എന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖ എൻ്റെ എഴുത്തുപോലാകുന്നു. അവിടെ നിർത്താമല്ലോ. എപ്പോഴാണ് ദൈവത്തെക്കുറിച്ച് അതായത് നമ്മൾ ജീവിതത്തിൽ ചില വ്യക്തികളെയൊക്കെ നമുക്ക് പരിചയപ്പെട്ടു, നമ്മൾ ചെറുപ്പകാലത്ത് പരിചയപ്പെട്ടു. ചിലരെ നമ്മൾ അവരുടെ സ്വഭാവം രീതിയും കൊണ്ട് നമ്മൾ നെഗേറ്റ് ചെയ്യും, അതായത് ഇട്ട് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ പിന്നെ അവർ നമ്മളെ കാണത്തുമില്ല, നമ്മളവരെ കാണത്തില്ല. ദേ നെവർ കം ഇൻ ടു അവർ മെമ്മറി ഓർ തോട്ട്സ്. പക്ഷെ ചിലർ അല്പകാലത്തേക്ക് ഓർക്കുന്നു. എന്നാൽ ചിലരുടെ പേഴ്സണാലിറ്റി, ദേ ആർ സോ ഗ്രേസ്ഫുൾ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ആ നന്മ, ആ ദൈവത്വത്തിൻ്റെ സ്വഭാവം അവരിൽ കൂടെ വരുമ്പം അടുക്കും തോറും നമുക്ക് അവരോട് ഒരു ബഹുമാനം, ഒരു സ്നേഹമുണ്ടാകും. അങ്ങനെ ഒരു കൂട്ടുകാരി എനിക്കുണ്ട് അമേരിക്കയിൽ. ഞങ്ങൾ സൗദി അരാംകോയിൽ വെച്ച് പരിചയമാണ്. 35 വർഷത്തിൽ കൂടുതൽ പരിചയമുള്ള വ്യക്തി. എന്തോ ഒരു സ്നേഹമാണ്. ഞാൻ അവരുടെ കണ്ണുകളിൽ കൂടെയാണ് യേശുവിനെ കണ്ടത്. വലിയ വേറെങ്ങും ഞാൻ പോയില്ല. അവരുടെ ഓരോ ചെറിയ പ്രവൃത്തിയിലും ക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഞാൻ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതാണ് ജീവിക്കുന്ന യേശു. ആ ഒരു എളിമത്വത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ ജൂലൈയിൽ അമേരിക്കയിൽ ചെന്നിരുന്നു. അപ്പോൾ എന്നെ കാണാൻ വരും, ഒരാഴ്ച എൻ്റെ കൂടെ വന്ന് താമസിക്കും. അപ്പം എൻ്റെ മരുമകൻ്റെ അപ്പനും അമ്മയും അവരുമായിട്ട് നമ്മൾ അടുപ്പ്, മക്കളെല്ലാം കൂടെ ഒരു റിലീജിയസ് ക്യാമ്പിന് പോയി. അപ്പം ഞങ്ങൾ 3 പേരും, അതായത് എൻ്റെ മോടെ അമ്മായിപ്പനും അമ്മായിമ്മയും എൻ്റെ കൂട്ടുകാരും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് എന്നോട് ഇവർ ചോദിച്ച് അവരോട് പറഞ്ഞത്, ഈ സ്ത്രീ ഇതൊരു റിയൽ ആണോ ഈ ഇത്രമാത്രം നന്മ കാണിക്കുന്നത്? ഇതൊരു ആർട്ടിഫിഷ്യൽ ക്യാരക്ടറാണോ? പക്ഷെ കൂടുതൽ അടുക്കും തോറും അവർ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അവർ ആ സ്ത്രീയെ കണ്ടിട്ട് എൻ്റെ മോടെ അമ്മായിപ്പൻ ഒരു അമേരിക്കനാണ്, അദ്ദേഹം പറയുകയാണ്, എപ്പോൾ അവധിക്ക് വന്നാലും ഞാൻ പോയി എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യാം. വളരെ സ്ട്രിക്റ്റായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ സ്ത്രീയിലുള്ള ദൈവത്വത്തെ അവർ കണ്ടു. അതുതന്നെയാണ് ഞാനും കണ്ടത്. ആരിൽ കൂടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം വരുന്നത്? അവൻ്റെ തേജസ്സിനെക്കുറിച്ച് പറയാനുള്ള വ്യഗ്രത, അത് കേൾക്കാനുള്ള ആഗ്രഹം പറയുന്ന വ്യക്തിയിലാണെങ്കിൽ ആ വ്യക്തിയിലുള്ള മാറ്റം നമ്മളെ തൊടണം. അങ്ങനെയുള്ളവർ ഇല്ലേ നമ്മുടെ ജീവിതത്തിൽ? ആഗ്രഹിക്കണം. സാവേ, നീ തിരഞ്ഞെടുത്തവരെനിക്ക് കൂട്ടുകാരൻ, എൻ്റെ മക്കൾക്ക്, നമ്മുടെ മക്കളെ കാണുവരെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയണം. നമ്മുടെ ഭർത്താവിന് ദൈവത്തിൻ്റെ ഔന്നത്യം ഈ മകന് കൊടുത്തവനാണ്. അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുള്ളവനാണ് എന്ന് രാജാക്കന്മാർ വരെ കാണുമ്പോൾ എഴുന്നേറ്റേക്കും രാജ്ഞിമാർ പോറ്റമ്മയായി മാറും പറയാറുണ്ടോ? ഇതൊക്കെ യേശുക്രിസ്തുവിൽ കൂടെയാണ് എല്ലാം വ്യാപരിക്കേണ്ടത് നമുക്ക്. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, പണ്ട് അടിസ്ഥാനമിട്ടവൻ യേശു. ആകാശം നിൻ്റെ കൈവേലയുടെ പ്രവൃത്തി, അവ നശിച്ചു പോകും. ഇനിയും പിന്നെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കും. അത് കറക്റ്റാണ്. അടി ഭൂമിയുടെ പോക്ക് കണ്ടാൽ അറിയാമല്ലോ എത്ര നാളിങ്ങനെ നിൽക്കും. വെള്ളം തന്നെ 2030 ആകുമ്പം ഏറ്റവും വലിയ കമ്മോഡിറ്റി പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ടത് വെള്ളമായിരിക്കുമെന്ന്. സ്വർണ്ണമല്ല, വെള്ളം. വെള്ളമുള്ളത് സൂക്ഷിക്കാൻ പഠിക്കുക. എന്നാൽ ദൈവത്തിന് മാറ്റമില്ല. നിൻ്റെ സിംഹാസനം അവസാനിക്കയില്ല എന്ന് പറയും. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് വല്ലപ്പോഴും എങ്കിലും ദൂതന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് സങ്കീർത്തനം 110:1. നമുക്ക് ക്രിസ്തു വരുന്നതിന് ശത്രുക്കളുണ്ടായിരുന്നു. പക്ഷേ പിതാവാം ദൈവം എല്ലാം ഒരുക്കി കൂട്ടിയിട്ടാണ് വിട്ടെ. ഞാൻ നിൻ്റെ ശത്രുക്കൾ എൻ്റെ പാദപീഠമാക്കോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക അന്ന് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ദൂതന്മാരുടെ പദവിയാണ് പറയുന്നത്. അടുത്ത വാക്യം ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യമാണ്. ദൂതന്മാരൊക്കെ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലോ, നമ്മളെ സഹായിക്കേണ്ട ആത്മാക്കളല്ലേ അവർ. ദൈവത്തിൻ്റെ
ദൂതന്മാർ നമ്മളെ സഹായിക്കുന്ന സേവകാത്മാക്കളല്ലയോ? അപ്പം ഇത് തന്നെയാണ് സങ്കീർത്തനം 8 പറയുന്നത്. ദൈവം ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. മലയാളത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഈ ദിവസങ്ങളിലൊക്കെ ഈ ദൈവത്തിൻ്റെ ഔന്നത്യത്തെ പറയുമ്പം അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ മേലും വീഴുകയാണ്, കേൾക്കുന്നവരുടെ മേൽ വീഴുകയാണ്. കർത്താവിനെക്കുറിച്ച് ഉന്നത പദവിയിലിരുത്തുമ്പം നമ്മളും അറിയാതെ ഉന്നത പദവി കയറുകയാണ്. അതാണ് ദൈവത്തെ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. 8-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മർത്യനെ നീ നോർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൈവത്തെക്കാൾ, 8-ാം സങ്കീർത്തനത്തിൽ 5, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനം അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പോരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമം ഭൂമിയിലൊക്കെ എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. പിതാവിൻ്റെ മടിയിൽ നിന്ന് പിതാവിൻ്റെ മഹത്വത്തോടെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പുത്രൻ, ഞാനിവനെ ജനിപ്പിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇതൊക്കെ ദൂതന്മാരോടും വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുത്രനായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ പുത്രനിൽ കൂടെ യേശുവിൻ്റെ സഹോദരി സഹോദരന്മാരാകുകയാണ്. ഇത്ര ഔന്നത്യമായ പദവി നമുക്ക് തരാൻ എങ്ങനെ ദൈവം നമ്മളെ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ളത് സ്വർഗത്തിൽ വരുമ്പോഴേ മനസ്സിലാവും. എന്നാൽ മനസ്സിലാക്കിയാലും ഇല്ലേലും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അതാ നിൻ്റെ സ്നേഹം ഞങ്ങളിലും തലമുറകളിലും പാസിറ്റ് ഓൺ ലോർഡ്. സ്നേഹത്തിൻ്റെ ആഴം നമുക്കത് പറഞ്ഞു പിടിക്കാൻ അറിയത്തില്ല. പക്ഷെ നിൻ്റെ സ്നേഹം വരുമ്പോൾ ഞങ്ങൾക്കതറിയാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഞങ്ങൾക്ക് എങ്ങനെ എടുക്കണം എന്നറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാ കാറ്റുപോലെ വന്ന് ദേഹത്തടിക്കുമ്പോൾ നമ്മൾ അറിയുമെന്ന് യേശു പറയുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്താലും ആത്മാവിനാലും തീയാലും ജീവിച്ച ഒരു ജനതയാക്കി ഞങ്ങളെ മാറ്റണം. 3 കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. രക്തം, ജലം, ആത്മാവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം. ദൈവവചനം എടുക്കുന്ന ഞങ്ങളെ നിൻ്റെ തിരുക്കരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. തലമുറകളെ സൂക്ഷിച്ചോളണമേ, കുടുംബങ്ങളെ സൂക്ഷിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ അമിത ശക്തമായ ആ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവം, നിൻ്റെ ലാറ്റർ ഡേയ്സ് ആർ ബെറ്റർ ദാൻ ദ പ്രയർ ഡേയ്സ്. ഇനിയുള്ള ജീവിതം മുൻപിലത്തെക്കാട്ടിലും ഉന്നതമായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അത് സ്വീകരിച്ചെടുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.